let me down. Let me down. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിറ്റ് ഗെയിമർ. അപ്പോൾ ഗൈസ്, നമ്മൾ പുതിയൊരു ബസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മളിന്നൊരു ചേസ് എടുക്കാൻ പോകുന്നത് ഗൈസ്, BS6 അശ്വിബില്ലിയിലും ചേസ് എടുക്കാൻ പോവാണ്. അപ്പം ഇതുമായിട്ട് നമ്മളിനി വണ്ടി എടുക്കുന്നതും പണിയുന്നതും പിന്നെ കോംബോ ട്രിപ്പ് വരുന്നതും പാക്കേജ് ട്രിപ്പ് പോകുന്നതൊക്കെ നമ്മളിനി വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ബാക്കി കിടക്കുന്ന ഇന്നോവയിലാണ് ഗൈസ് നമ്മൾ പോകുന്നത്. ഇന്നോവയുടെ കോലം കണ്ടാലും ഞെട്ടണ്ട. കൂട്ടുകാരോട് വണ്ടി തരാൻ പറഞ്ഞപ്പോൾ വർക്ക്ഷോപ്പിൽ കിടന്നൊരു വണ്ടി എടുത്ത് തന്നാൽ ഗൈസ്. പോകുന്ന വഴിക്കിനി എന്തൊക്കെ ഉണ്ടാകുന്നുണ്ടോ, ബ്രേക്കൊക്കെ ഉണ്ടോ എന്തോ. ഞാൻ ബ്രേക്ക് ചെയ്ത് കുറവാന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് വല്ല ഇടിച്ച് കയറുമെന്ന് അറിയത്തില്ല. നമുക്ക് വണ്ടി എടുത്ത് നേരെ പോകാം കേട്ടോ. ബ്രേക്ക് മാത്രമല്ല, ആക്സിലേറ്റർ ഇച്ചിരി കുറവാണ്. പിന്നെ കേസ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം. കാരണം ഞാൻ 2 വട്ടം റെക്കോർഡ് ചെയ്തു. പിന്നെ മികച്ച അഭിനയം കൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടും ചെയ്തിട്ടും റെക്കോർഡ് സേവായില്ല. നമ്മളിവിടെ നേരെ ഇനി പ്രകാശിലേക്കാണ് കേസ്. നമ്മൾ പ്രകാശിൻ്റെ അടുത്ത് തന്നെ ഇന്നലെ വന്ന് നമ്മൾ സ്റ്റേ ആക്കി. അപ്പോൾ ഇന്നലെ നമ്മൾ ബാംഗ്ലൂർ നമ്മളിന്നലെ വന്ന് സ്റ്റേ ആക്കി. പിന്നെ ഇവിടെ ഉള്ള കൂട്ടുകാരനായിരുന്നു വണ്ടിയുടെ ഓണറിലെ വർക്ക്ഷോപ്പിലെ ഓണർ. അപ്പോൾ വണ്ടി മേടിച്ചു. പിന്നെ നമ്മളിപ്പോൾ കാറെല്ലാം അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്. വേണ്ട ഈ വരുന്ന ട്രാഫിക്കിൻ്റെ അതിപ്പോൾ ഒരു ട്രാഫിക്ക് വരും, അത് കഴിഞ്ഞ് അടുത്ത ട്രാഫിക്ക്. അപ്പോൾ ആ ട്രാഫിക്കിൽ നിന്ന് റൈറ്റാ ലെഫ്റ്റ് നമ്മൾ ഇനി കോംബോ ട്രിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഞാനിപ്പോൾ പ്രകാശം എന്ന് പറഞ്ഞാൽ പോകുന്ന മാപ്പ് എല്ലാവർക്കും അറിയാം ഗൈസ്. പണ്ട് നമ്മളെ ബസ്സിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയി ഈ മോഡൊക്കെ ഡെവലപ്പേഴ്സൊക്കെ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഹിഡൻ മാപ്പായിരുന്നു ഗൈസ്. എടുക്കാൻ പറ്റുമോ? ഫോർച്യൂണർ സട്ട കുഴപ്പമില്ല. അല്ലല്ലേ, ഇവിടെ വളവില്ലല്ലേ. അടുത്ത ട്രാഫിക് ഇരുന്ന് ഞാൻ മറന്നുപോയി. എടാ തട്ടി മറിഞ്ഞു. ബ്രേക്ക് കുറവെന്ന് പറഞ്ഞപ്പോൾ ഇത്ര കുറവെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ പോകണമെങ്കിൽ ഞാൻ ഒരു ആംബുലൻസ് കൂടെ വിളിക്കേണ്ടി വരും. ഈ വളവ് തന്നെ വഴിയാർട്ട. ഇനി അവിടെ ഒരു വളവുണ്ടോ? അവിടെ എങ്ങാനും ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ നേരെ കണ്ടത്തിലോട്ട് ഇടിച്ചിറക്കേണ്ടി വരും. ശരി, കിട്ടി ചവിട്ടി. ആ കാറ് വരെ പേടിച്ചു കേട്ടോ. ഒന്നാമത് പണിക്ക് കയറ്റിയ വണ്ടിയാണ് ഗൈസ്. ഇനി ഇതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞിട്ട് കാശ് കൊടുക്കേണ്ടി വരും. ഇനി ഇങ്ങോട്ട് കിടത്താം. ഇതാണ് പ്രകാശല്ല, നമ്മുടെ ചേസിനെയും പൊതുവെ കുറേ പേരൊക്കെ പ്രകാശ് എന്നാണ് പറയാറ്. അതുകൊണ്ട് ഞാനും പ്രകാശ് എന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ നമുക്ക് അങ്ങോട്ട് നടക്കാം. വേറെ തന്നെയാണ് കേസ്. ഇനി അവൻ തന്നെ വന്ന് വണ്ടി വിളിച്ചുകൊണ്ട് വിട്ടു. നമ്മൾ വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ ഒരു ബെഡ് ബുക്ക് ചെയ്ത് കിടക്കേണ്ട വരും. അതുകൊണ്ട് അവൻ തന്നെ വന്ന് വണ്ടി കൊണ്ടുവന്നതായിരിക്കും നമുക്ക് സേഫ്. അപ്പോൾ നമുക്കിനി കുറച്ച് അകത്തോട്ട് നടന്നു നോക്കാം. അകത്തായിരിക്കുമല്ലോ വണ്ടി ഇട്ടിരിക്കുന്നത്. എല്ലാവരും വിടത്തില്ലല്ലോ. സാധാരണ ഇന്നാളെയും ബുക്ക് ചെയ്യാൻ ഇവിടെ കുറേ ചേച്ചിട്ടുണ്ട്. ഇവിടെ കാട്ടിപ്പിച്ച് ചേസായിരുന്നു. ചേസും ഇവിടെ ബുക്ക് ചെയ്യാൻ കൂടെ ആൾക്കാരും ഇഷ്ടം പോലെ പേരുണ്ടായിരുന്നു. ഇവിടൊന്നും കാണുന്നില്ലല്ലോ. ചേസുകാരെ നമ്മളെ പറ്റിച്ച. ഞാൻ ബ്രേക്കില്ല
അറിയാത്ത വണ്ടി കൊണ്ടുവന്ന് ഇനി ആ വണ്ടി കൊണ്ട് എന്നെ തിരിച്ചു കൊണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യ. കാണാനില്ലല്ലോ. കിടക്കണം. കിട്ടി സാധനം കിട്ടി. സ്റ്റാർട്ടാക്കി കിട്ടുമോ നമ്മളെ ചേസ്? നമുക്ക് റിവേഴ്സ് എടുത്ത് ഇറക്കാം. ആനപ്പുറത്തിരിക്കുന്ന ഫീല്. നമ്മുടെ വണ്ടിയൊക്കെ പണി നമ്മളൊരു ട്രിപ്പൊക്കെ ഉണ്ട്. ഫസ്റ്റ് ട്രിപ്പൊക്കെ സെറ്റാക്കണം. വണ്ടി ഫുള്ള് വർക്ക് ചെയ്യണം. പിന്നെ സ്റ്റിക്കർ അടിക്കണം, ഗ്രാഫിക്സ് അടിക്കണം. എനിക്ക് ATPയിലോട്ട് മാറ്റണമെന്നുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് കളർ കോഡിനോടാണ് ഇഷ്ടം. അതുകൊണ്ട് കളർ കോഡാക്കാനാണ് ഞാനും തീരുമാനിച്ചത്. അതാണ് വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ടേ വണ്ടിയുടെ മൊത്തത്തിലുള്ള വ്യൂ ഒന്ന് ആസ്വദിക്കാം. ഒതുക്കാൻ സ്ഥലമില്ലല്ലോ. അയ്യോ, തട്ടി ഇറക്കിക്കോട്ട് വന്നതും കഞ്ഞിയിടി. ചെയ്സില്ലേ, ചെയ്സ് തട്ടിയാലും കുഴപ്പമൊന്നുമില്ല, പൊടിയായില്ലല്ലോ. ഇങ്ങോട്ടാണ് ഗൈസ്. ഇങ്ങോട്ടാണ് കയറ്റി ഇറക്കാം. ഇങ്ങോട്ട് കയറി ഇറത്തിട്ട് വേറൊരു കാരണമുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ബിൽഡിങ്ങിലാണ് പിന്നെ വണ്ടിയാണ് ഫ്രണ്ട് താമസിക്കുന്നത്. നമുക്ക് പരിചയമുള്ള ഒരു സ്ഥലത്ത് കിടക്കുകയും ചെയ്യും വണ്ടി. ഏത് മൊത്തത്തിലൊരു വണ്ടി കൊള്ളാം. വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ വീഡിയോ ഒരു 5-6 മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും. കാരണം പ്രതീക്ഷിക്കാതെടുത്ത വീഡിയോ, സ്ക്രിപ്റ്റ് ഒന്നും ചെയ്തിട്ടെടുത്തതല്ല. വീഡിയോസ് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഗുഡ് ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.